2 മൂവീസാണ് എൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് വഴിത്തിരിവുണ്ടാക്കി. ഒന്ന് കടസിലെ ബിരിയാണി, രണ്ടാമത് പ്രണയവിലാസം. അതിൻ്റെ ഇടയ്ക്കും എനിക്ക് മൂവീസൊക്കെ ഉണ്ട്. ഈ 2 മൂവീസ് ഞാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ എനിക്കിപ്പോഴും ഞാൻ 1 സീൻ 2 സീൻ 3 സീനിൽ ഞാൻ നിൽക്കേണ്ട വന്നതാണ്. DQ പല സ്ഥലത്തും പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അവൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു പേഴ്സണലി ഒരു പരിഗണന എനിക്ക് തരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കടകൻ എനിക്ക് തോന്നുന്നു കളരിയിലൊരു അടവാണ്. കുഴിക്കടകൻ എന്നൊക്കെ പറയല്ലോ. കുഴിക്കടകൻ മറുകടകൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അടവാണ്. അപ്പോൾ പക്ഷെ ഇതിനകത്ത് കളരിയായിട്ട് യാതൊരു ബന്ധമില്ല. ഭാഗ്യം കൊണ്ട് തലേന്ന് മമ്മൂക്ക പടം കണ്ടു. ഇവർ കൊടുത്ത 3 ഓപ്ഷൻസിൽ മമ്മൂക്ക എന്നാൽ ഇവൻ ചെയ്യാം, ഇവൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓക്കെ ആയത്. ഹക്കീം ഷാജഹാനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഹക്കീമെ സംസാരിച്ച് തുടങ്ങാം. പിന്നെ തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ കൂടിയാണ് ഹക്കീം. എനിക്കൊന്ന് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ തിയേറ്ററിൻ്റെ പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കാൻ നമ്മൾ സാധിച്ചത് ഇപ്പോഴാണ്, മീൻസ് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ. ഈ ആക്ടർ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുമല്ലോ. ഇപ്പം അഭിനയം ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നാൽ ഇതെനിക്ക് എൻ്റെ ഒരു തീരുമാനമായിട്ട് ഇനി അങ്ങോട്ട് അഭിനയിച്ച് കളയാന്നൊക്കെ ഉള്ളത്, അത് സത്യത്തിൽ ഏത് കാരണത്തിൽ എപ്പോൾ മുതലാണ് അങ്ങനെ? എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ ഒരു പോയിന്റിൽ, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ ഒരു തീരുമാനം, ഞാൻ ആക്ടറാണ്. പക്ഷെ നമ്മൾ പുറത്ത് പറയാൻ നമുക്ക് പേടിയായിരിക്കും, ഇല്ല മടിയായിരിക്കും. ഇത് ആരോട് പറയും? എൻ്റെ കൂടെ കളിച്ച് വളരുന്ന കൂട്ടുകാർക്കൊന്നും ഒരു ബന്ധവുമില്ല, വാപ്പാടുമ്പാട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയാക്കലാണ് ആദ്യം ഇനിഷ്യൽ സാധനം. ഓ നീ വലിയ മമ്മൂട്ടി, നീ വലിയ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പറയാ. അപ്പോൾ അത് 1-2 സ്ഥലത്ത് നമ്മൾ ഇട്ട് നോക്കും. പിന്നെ ഒരു പോയിന്റ് നമുക്ക് അല്ല ഇത് തന്നെയാണ്, എനിക്ക് ഉറപ്പാണ് ഇത് തന്നെയാണെന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെ പിന്നെ ഇറങ്ങി തിരിക്കാന്നുള്ളൂ. അത് എനിക്ക് ഏകദേശം ഒരു കോളേജ് സമയത്തോടെത്തി, +1 +2 സമയം തൊട്ട് എനിക്ക് മനസ്സിലായിരുന്നു ആക്ടിങ് എനിക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത്. ഞാൻ ഭയങ്കര കള്ളത്തരം ഉടായ്പിൻ്റെ ഉസ്താദായിരുന്നു സ്കൂളിൽ, കോളേജ്. അപ്പോൾ ഞാൻ ഭയങ്കര ബിലീവബിളായിട്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു, പറ്റിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അഭിനയാണല്ലോ ഞാൻ ചെയ്യണേ, അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിതിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ആദ്യം വിശ്വസിപ്പിച്ചെടുത്ത ആരെയാണ്? ആദ്യം കൂട്ടുകാർ തന്നെ പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ ഇതുപോലെ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾ സമയത്ത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നിതീഷ് രാജു എന്നാണ് പേര്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് മിമിക്രി പരിപാടികളൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനിങ്ങനെ മിമിക്രി ഒന്നും എനിക്ക് വഴങ്ങുന്നില്ല. പക്ഷെ നാടകം, സ്കിറ്റ്, ഡാൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി ഞാനും സംസാരത്തിൽ നമുക്ക് പുതിയ പുതിയ ലോകങ്ങൾ കാണുന്നു. അങ്ങനെ പുള്ളിയുടെ തോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. പിന്നെ സ്കൂളിൽ കഴിഞ്ഞു, കോളേജൊക്കെ എത്തിയപ്പോൾ പിന്നെ ഓഡീഷൻസിന് ഇറങ്ങി തുടങ്ങി, വീട്ടിൽ പറയാതെ. അങ്ങനെ പിന്നെ അപ്പോഴത്തേക്കിനും ABCD കിട്ടി. പിന്നെ വീട്ടിൽ പറഞ്ഞു ABCDയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെ വീട്ടുകാർ ഓക്കെ ശരി 1 വർഷം തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുന്നത് പരിപാടി. പക്ഷെ ഇപ്പൊ കേരളത്തിലുള്ള ചെറുപ്പക്കാരാണെങ്കിൽ ഒരു ടീനേജിലൊക്കെ അവരിൽ ഒരു പാരന്റ്സിന്റെ ഫാമിലിയുടെ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവുമല്ലോ. ഇന്ന കോഴ്സ് എടുത്തിട്ട് ഇന്ന രീതിയിൽ പോയിട്ട് ഇത് ഹയർ സ്റ്റഡീസ് എടുത്തിട്ട് നിനക്ക് ഒരു ഓപ്ഷനൊക്കെ ചോദിക്കുമായിരിക്കും. എന്നാൽ പോലും ഇപ്പോൾ കുറച്ചുകൂടി മാറി. ഇപ്പം മൈഗ്രേഷനും സംഗതിയൊക്കെ വന്നപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി അവരുടെ ചോയ്സിൽ പോകാൻ പറ്റും. പക്ഷെ എന്തായാലും ഒരു പാരന്റ്സിന്റെ ഒരു ചോയ്സിൽ ഇന്നതൊക്കെ റെഡിയാക്കണം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകണം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. മറ്റേത് ഒരു നമ്മുടെ ഉദ്യോഗാർത്ഥി എന്നും പറയാൻ പറ്റില്ല, ഒരു അന്വേഷണമാണല്ലോ സിനിമയിലേക്കുള്ള. അത് എപ്പോൾ അവിടെ റീച്ച് ചെയ്യുമെന്ന് അറിയൂല. ഇല്ല, എനിക്ക് NCCയിൽ ഞാൻ ഭയങ്കര മികച്ച് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു പട്ടാളക്കാരൻ ആർമിയിലെത്തുക. ഞാൻ പഠിച്ചത് നവോദയയിലാണ്. സോ ഈ NCC അതുപോലെ തന്നെ പിന്നെ പ്രീ ആഡി ക്യാമ്പുകൾ, അവിടുത്തെ ട്രെയിനിങ്, എനിക്ക് ഭയങ്കര ഫിസിക്കലി എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടികൾ. അവിടുത്തെ പിന്നെ എന്താണ് മറ്റേ വെടിവെച്ച് കൊള്ളിക്കുക, അങ്ങനെ ഭയങ്കര ചാലഞ്ച് കിട്ടുന്ന പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇത് കുറച്ച് നാൾ നോക്കുക, ഇല്ലെങ്കിൽ ഇതേ ഡിഗ്രി വെച്ച് NCC സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ബാക്കിയുള്ള ഓഫീസേഴ്സ് ലെവൽ പരിപാടിക്ക് അഡ്മിഷൻ, എൻട്രൻസ് എഴുതുക എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും ഞാൻ ഈ അഭിനയത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതിനകത്ത് തന്നെ വേണം, ഇത് ചെയ്യണം
ഇതിന്റെ പുറത്ത് കാണുന്ന ആ ലൈംലൈറ്റ് അല്ലെങ്കിൽ ആ കാണുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എന്താ പറയാ, അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ കണ്ട് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നാടകങ്ങൾ ചെയ്യുമല്ലോ. പിന്നെ ഞാൻ അതിനകത്ത് പെട്ടുപോയൊരു സമയം ഉണ്ടായിരുന്നു. നാടകം മോശമെന്നല്ല, പക്ഷെ എന്താ അതിനകത്ത് കിട്ടുന്ന വരുമാനം കുറവാണ്, നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നാടകമാണ് ബെറ്റർ സിനിമയെക്കാളും. ഇല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാസത്തെ കിട്ടുന്നതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു 2 hour ഒരു പെർഫോമൻസ് കാണുമ്പോൾ, ഡയറക്റ്റ് ഇന്ററാക്ഷൻ കിട്ടുമ്പോൾ, അതിൽ നമ്മൾ കുറച്ച് അഡിക്റ്റീവായി തുടങ്ങിയായിരുന്നു ആ ഒരു സമയത്ത്. പ്ലേ നമ്മൾ ചെയ്തു തുടങ്ങിയ സമയത്ത്, കോളേജൊക്കെ കഴിഞ്ഞ് ആക്ട് ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കയറി കഴിയുമ്പോൾ, അങ്ങനെ ഒരു 4-5-6 വർഷത്തോളം ഞാൻ അവിടെ പ്ലേകളും അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് അതിൽ പുതിയ പുതിയ പരിപാടികൾ കണ്ടെത്താന്നൊക്കെ ശ്രമിച്ചു തുടങ്ങി. പക്ഷെ അപ്പോഴും പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻകം സോഴ്സ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. അത് ലൈഫ് എൻഡ് വരെ പ്ലേ തന്നെ മാത്രം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ മെട്രോ കൾച്ചർ ഒന്നും ഇവിടെ സെറ്റപ്പ് ആയിട്ടില്ല. പുറത്ത് കാണുന്ന മുംബൈയിലൊക്കെ ഉള്ള പോലത്തെ ടിക്കറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ബ്രോഡ്വേ പോലത്തെ പരിപാടി ഒന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അത് പക്ഷെ ഫ്രീ എൻട്രിയിൽ അപ്പോഴും കിട്ടില്ല, ഫ്രീ എൻട്രിയിലും ആളെ കിട്ടില്ല. അങ്ങനെ ആക്ട് ലാബില് പക്ഷെ ഞങ്ങൾ ഒരു പോയിന്റ് 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റിന് ഞങ്ങൾ ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 100 രൂപ 150 രൂപ കോസ്റ്റിന് 200 പേരൊക്കെ വരുമായിരുന്നു. അപ്പോഴും നമ്മുടെ സെറ്റപ്പിനുള്ള ഫണ്ടേ അവിടെ മീറ്റ് ചെയ്യുള്ളൂ. ബാക്കി ആക്ടേഴ്സിന് എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ സിനിമ തന്നെ പിന്നെ ശരി പിന്നെ അപ്പോഴത്തേക്കും പിന്നെ ആക്ട് ലാബിൽ നിന്ന് ഇറങ്ങി. പിന്നെ സർവൈവലാണ്, പിന്നെ ഭയങ്കര കഷ്ടപ്പാടുള്ളൂ. അപ്പോൾ സിനിമ തന്നെ പിന്നെ വേറെ വഴിയുള്ളൂ അഭിനയിച്ച് ജീവിക്കാൻ. അങ്ങനെയാണ് പിന്നെ. പക്ഷെ നമ്മളിപ്പോ സംസാരിക്കുന്ന മൊമെന്റിൽ എത്തുന്ന സമയത്ത് ഹക്കീം ഷാജഹാൻ എന്ന് പറയുന്ന ആക്ടറിനെ അറിയാം ആളുകൾക്ക്, അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ, ഒരു ലീഡ് ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു പ്രോമിസിങ് ആക്ടർ അല്ലെങ്കിൽ ലീഡ് ആക്ടർ പൊസിഷനിലുള്ള ഒരാളാണ്. കൂടുതൽ അവസരങ്ങൾ ഹക്കീമിലേക്ക് എത്തുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ തന്നെ ഇൻഡസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നൊരു ആക്ടർ പൊസിഷനിലേക്ക് നിലവിലെത്തിയല്ലോ. പക്ഷെ ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവിടെ എവിടെ ഫിറ്റ് ആവുമോ, അല്ലെങ്കിൽ എവിടെ നോക്ക് ചെയ്യണം, എങ്ങനെ കയറി പറ്റണം എന്ന് പറയുന്ന വലിയൊരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവുമല്ലോ. അവിടെ ഇത് ഒരേ സമയത്ത് നമ്മുടെ ഒരു സ്ഥിരോത്സാഹം വേണം, വീണു പോകരുത്, മുന്നോട്ട് തന്നെ പോകണം, മറ്റു ജോലിയിലേക്ക് പോകരുത്, തിരിച്ച് വീട്ടിലേക്ക് പോകരുത് എന്നുള്ളത്. അതിനെ ഫ്യൂവൽ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു ശരിക്കും? ഇപ്പോഴത്തെ ഈ അവസ്ഥ, താങ്ക് യു, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. പക്ഷെ എന്താ പറയാ, ആ ഒരു സമയത്തെ കാലഘട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ 2 മൂവീസാണ് എൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് വഴിത്തിരിവുണ്ടാക്കിയത്. ഒന്ന് കടസിലെ ബിരിയാണിയും, രണ്ടാമത് പ്രണയവിലാസവും. അതിൻ്റെ ഇടയ്ക്കും എനിക്ക് മൂവീസ് ഒക്കെ ഉണ്ട്. ഈ 2 മൂവീസ് ഞാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ എനിക്കിപ്പോഴും ഞാൻ 1 സീൻ 2 സീൻ 3 സീനിൽ ഞാൻ നിൽക്കേണ്ട വന്നേനെ. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാനുള്ള കാരണം ഒന്ന് ഈ പറഞ്ഞ പോലെ ഇത്ര നാളത്തെ സ്ട്രഗിളും തിയേറ്ററുമായിട്ടുള്ള ഇടപഴകലും അഭിനയത്തെക്കുറിച്ചുള്ള ഒരു പുതിയ പരിപാടികൾ നമ്മൾ നോക്കുന്നതിന് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ കടസിലെ ബിരിയാണിയും പ്രണയവിലാസം എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് മാർട്ടിൻ ബ്രിക്കാട്ട് സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരു കോണ്ടാക്ട്, എനിക്ക് എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോൾ ഓടിപ്പോയി കയറി ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്. ലൈക്ക് ഞാനൊരു സിനിമക്കാരനാണെന്ന് എനിക്കൊരു ധാരണ, ഞാൻ അകത്തായി ഓൾറെഡി. അപ്പൊ ഞാനൊരു സിനിമക്കാരനാണെന്ന് എന്നെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ പതുക്കെ അവിടെ കയറി ചെല്ലും. 2-3 ദിവസം ചെലവഴിക്കും. അവിടുത്തെ എന്തെങ്കിലും ആഡ്സോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ചോദിക്കലും വേണ്ടായിരുന്നു. നാളെ ആഡ് തുടങ്ങുന്നതുകൊണ്ട് ഞാൻ തലേന്ന് പോയി പതുക്കെ അതിൽ ചുറ്റിപ്പറ്റി ഇറങ്ങി ആഡിന്റെ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്കും കയ്യിൽ കുറച്ച് പൈസ വെച്ച് ലൈക്ക് അങ്ങനെ ഒരു പരിഗണന എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി സിനിമയിലാണെന്നുള്ള ധാരണ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ അഭിനയത്തിന്റെ കാര്യത്തിൽ എൻ്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റി, ആക്ട് ലാബിലെ കമ്മ്യൂണിറ്റി, സജീവ് സാർ ആണെങ്കിലും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് എടാ ഇത് അടിപൊളിയാണ്, നീ ചെയ്യണ അടിപൊളിയാണ്, നീ ഇനി അടുത്ത പരിപാടി നോക്കുക എന്നൊക്കെ പറയുന്ന ഓൾറെഡി എനിക്കൊരു ധാരണയുണ്ട്. ഞാൻ ഓക്കെ ഐ എം എ ഗുഡ് ആക്ടർ. ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ കടസിലെ ബിരിയാണി വന്നു, അതൊരെണ്ണം ചെയ്തു നോക്കി. പക്ഷെ 5 വർഷത്തോളം പിന്നെ ഒരു മറുപടി ഇല്ല അവിടെ നിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് പോയി, ഇനി വീണ്ടും ഒന്നിനും തുടങ്ങണം. പക്ഷെ ഭാഗ്യം കൊണ്ട് അത് റിലീസായി.
അങ്ങനെയൊക്കെയാണ് ഈ സർവൈവലിൽ ജസ്റ്റ് ഒരു വള്ളി കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു പോയതല്ലോ. ഞാനാണെങ്കിലും ഹക്കീമിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന കണ്ടവരിൽ ഒരാൾ മാർട്ടിനാണ്. അത് പറഞ്ഞിട്ടുണ്ട്. മാർട്ടിന്റെ സംസാരങ്ങളിൽ കടന്നു വരുന്ന സ്ഥിരം പേരിൽ ഒരാളാണ്. അപ്പോൾ മാർട്ടിനിൽ എത്തുന്നത് എങ്ങനെയാ ശരിക്കും? മാർട്ടിന്റെ അടുത്തേക്ക് എങ്ങനെ വന്നതാ? ഞാൻ ഈ ആക്ട് ലാബിൽ ചെയ്യുന്ന സമയത്ത് ABCD എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ABCD ത്രൂ വന്നതാ. അതെ അതെ. അപ്പോൾ മാഡിസൺ അവിടെ വന്നിട്ടുണ്ടായി. മാഡിസൺ ഓൾറെഡി ഇത് എല്ലാവരും കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ നിങ്ങൾ കോളേജ് പിള്ളേരെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ പുള്ളി ഓൾറെഡി കാസ്റ്റ് ചെയ്ത കുറച്ച് പിള്ളേരെ മാറ്റിയിട്ട് ഞങ്ങളെ ആക്കി. ഞാനുണ്ടായിരുന്നു, നിരഞ്ജൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കോണ്ടാക്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ എനിക്ക് ഇടിച്ചു കയറി എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടി. അങ്ങനെ എൻ്റെ പെങ്ങളുടെ കല്യാണം വന്നപ്പോഴത്തേക്കിനും ഞാൻ മാഡിസൺ ആ പേരിൽ ഒന്ന് വിളിക്കാം അവസരമായല്ലോ. ഞാൻ പറഞ്ഞു ചേട്ടാ പെങ്ങളുടെ കല്യാണമാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ പുള്ളി അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ഓപ്പൺ ആണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. മറ്റത് എനിക്ക് ഡയറക്റ്റ് ചെയ്യണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു ആടാ പറടാ എന്തുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ച് തനി ചങ്ങനാശ്ശേരി ടോണിലെല്ലാം സംസാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുത്ത പടത്തിൽ ഞാൻ അസിസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ നീ ഇങ്ങനെ ആക്ടറാൻ വന്ന ആളല്ലേ, നീ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ തന്നെ ഏകദേശം കാലിബർ ഉള്ളവർക്ക് തന്നെ ഡെയിലി ഇവിടെ 2-3 പേരും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്ടറാൻ വരുന്നവർ ഞാൻ പിന്നെ എടുത്തിട്ട് അവരോട് ചെയ്യുന്ന ചതിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അല്ല എനിക്ക് സിനിമ എനിക്ക് അറിയാലോ, ABCD ഞാൻ 10-20 ടേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കറിയില്ല എന്നൊക്കെ രീതി ഞാൻ പറഞ്ഞു. അപ്പോൾ ശരി പിന്നെ കട്ട് ചെയ്ത്. പിന്നെ പടം തുടങ്ങുന്ന 1 മാസം മുന്നേ മാഡിസൺ കൂടെ വിളിച്ചു വാ നാളെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതൊരു ഭയങ്കര ഭാഗ്യമായി ഓർത്തിരുന്നു എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ പിന്നെ അതൊരടുപ്പായി മാറി. പിന്നെ അത് ചാർലി ത്രൂ ഔട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രണയവിലാസം കിട്ടുന്നത്. ഇപ്പൊ ഞാൻ മാഡിസൺ ഡയറക്റ്റ് എന്നോട് ആടാ കൊള്ളാം അടിപൊളി എന്ന് ഒരുപാട് പറയോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂല, കുഴപ്പമില്ല എന്നാ പറയുള്ളൂ. പക്ഷെ മാഡിസൺ പലരോടും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഷെയർ ചെയ്യുന്നത് വാട്സപ്പില് ഷെയർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നവീൻ ഭാസ്കർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. മാർട്ടിൻ പ്രക്കാട്ട് നിന്റെ ട്രെയിലർ എനിക്ക് ഷെയർ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ കണ്ടതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. നേരിട്ട് ഞാൻ അയച്ചു കൊടുത്ത് കണ്ടതായിട്ട് പോലും ഭാവിച്ചിട്ടുണ്ടാവില്ല. അത് ഒരു ഇതാണ്, നല്ലൊരു എന്താ പറയാ ഭാഗ്യമാണ്. ഈ ശരിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കാണുന്ന പ്രധാനപ്പെട്ട പല ആക്ടേഴ്സിലും ഈ പറയുന്ന അസിസ്റ്റ് ചെയ്തു സിനിമയിലേക്ക് എത്തുന്നു. അപ്പൊ അസിസ്റ്റ് ചെയ്തതിന്റെ ഒരു ഗുണം എല്ലാവരും പറയാറുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന ഒരാൾക്ക് ആക്ടറിൻ്റെതായ പലപ്പോഴും ഞാൻ ഒരു സാങ്കേതിക സംഗതി കൂടിയാണല്ലോ സിനിമ. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അഡ്വാൻറ്റേജസ് അഭിനയിക്കുമ്പോൾ കിട്ടുമെന്ന് പറയാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ അസിസ്റ്റ് ചെയ്തുകൊണ്ട് സിനിമയിൽ പിന്നീട് ഇപ്പോൾ പ്രണയവിലാസം അടക്കം ചെയ്യുമ്പോൾ കിട്ടിയ ഈ 2 ആഡ് ലാബ്സ് പോലെ ഒരു തിയേറ്റർ പെർഫോമിംഗ് ട്രെയിനിങ് ഗ്രൂപ്പിന്റെ റിസൾട്ടിൽ എന്തായാലും ഉണ്ടാവും. അതുകൂടാതെ ഒരു ഈ പറയുന്ന ടെക്നീഷ്യനായിട്ട് നിന്നുകൊണ്ടുള്ളൊരു ഗുണം എന്താ? 1-2 കാര്യം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ആക്ടറാണെല്ലാം തുടക്ക സമയത്ത് ഞങ്ങൾ തന്നെ സെറ്റപ്പ് ചെയ്യുന്നു. ആക്ടറുടെ കയ്യിലാണ്, തിയേറ്ററാണ് ഒരു ആക്ടർ മീഡിയം. ബാക്കി സിനിമ ഒരു ആക്ടർ മീഡിയം അല്ല, ബാക്കി എല്ലാവരും കൂടെയുള്ള ഒരു കളക്റ്റീവ് പരിപാടിയാണല്ലോ. അത് ഭയങ്കര ഒരു രസമുള്ള, കാരണം എൻ്റെ ചെറിയ കോൺട്രിബ്യൂഷനും സിനിമയിൽ എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായി ചാർലി ചെയ്ത സമയത്ത്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഞാൻ ക്ലാപ്പും റിപ്പോർട്ടിങ്ങും തൊട്ട് എല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ കാരണം ഞാനാണ് ലാസ്റ്റ് സ്റ്റേഡ് ഞാനാണ്. അപ്പോൾ ഈ ഹൈറാർക്കി വെച്ച് ആർട്ടിന് വരുന്ന പണിയും അവസാനം എൻ്റെ തന്നെ തലയിൽ തന്നെ വരും, കോസ്റ്റ്യൂമിന്റെ പണി എൻ്റെ തന്നെ വരും. അപ്പോൾ എല്ലാ പണിയും കൂടി ഞാനാണ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നിരുന്നു അവസാനം. അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര രസമായിരുന്നു. പണികൾ പഠിക്കാൻ പറ്റി. ഇപ്പൊ ഓരോ ലെൻസിങ് ഞാൻ ക്യാമറയുടെ ഏറ്റവും ക്ലോസ് കോണ്ടാക്ട് ഞാനായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ക്ലാപ്പ് അടിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കണമല്ലോ. അപ്പൊ ഈ ലെൻസിൽ ഉള്ള പെർഫോമൻസും വ്യത്യാസവും കുറച്ചും കൂടെ സൂം ഇടുമ്പോൾ 32 ഇടുമ്പോൾ അങ്ങനെ 50 ബ്ലോക്ക് ഒക്കെ പോകുമ്പോൾ ഉള്ള പെർഫോമൻസിന്റെ വേരിയേഷൻസ് അത്രയും വേണ്ട. ചിലപ്പോൾ നമ്മളൊരു വൈഡ് ചെയ്യുമ്പോൾ ക്ലോസിലുള്ള വ്യത്യാസമൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ മാർക്ക് പിടിക്കുന്നത്, ആർട്ടിസ്റ്റ് വന്ന് മാർക്ക് ചെയ്യുന്നത്, ലൈറ്റ് പിടിക്കുന്നത്, ഇതൊരുപാട് കാര്യങ്ങൾ ഇത്ര ഉള്ളി കൂടെ പോകണമെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായി. പണ്ട് ഞാൻ ഒരു നാടകം മാത്രമാണെന്ന് എനിക്ക് വന്ന് നിന്ന് പെർഫോം ചെയ്ത് പോകും, അത്രയും മതി, വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്തോന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ക്യാമറ ഫേവർ ചെയ്യണം, ലൈറ്റ് ഫേവർ ചെയ്യണം, അതെല്ലാം ഉള്ളി കൂടെ പോകണം. ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്യും. ഈ പറയുന്ന പോലെ പെർഫോമൻസ് വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് ആരോടും ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഊർവശി ഇങ്ങനെ ഭയങ്കര വൈഡില് അങ്ങനെ എന്തോ പെർഫോം ചെയ്തു പോയി. അപ്പോൾ ഓർത്തു എന്താണ് ഇങ്ങനെ സില്ലി ആയിട്ട് ചെയ്തു പോകണത്, ചെയ്യേണ്ടതല്ല. പക്ഷെ ക്ലോസ് വെച്ചപ്പോൾ പുള്ളിക്കാരി ചെയ്യേണ്ട കാര്യം നന്നായിട്ട് തന്നെ ചെയ്തു പോയി. അപ്പോൾ വൈഡിൽ അത്രേ പുള്ളിക്കാരിയുടെ പ്രസൻസ് ക്യാമറയിൽ കാണുമ്പോൾ പുള്ളിക്കാരിക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയൊക്കെ ഒരുപാട് അത്
എനിക്ക് ചിലപ്പോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി ഒരു 10-20 സിനിമ കഴിഞ്ഞിട്ട് എനിക്കത് മനസ്സിലായി ടെക്നിക്കൽ നോളജ് കിട്ടുള്ളൂ. പക്ഷെ AD ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് സിനിമയിൽ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വേറൊരു സംഗതി കൂടി ഉണ്ടല്ലോ, കാരണം നമ്മളുടെ പൊസിഷൻ വ്യത്യാസമാണല്ലോ. ക്യാമറയ്ക്ക് പിന്നിലാണ് നിൽക്കുന്നത്, നമ്മുടെ ആഗ്രഹത്തിന്റെ ദൂരത്ത് അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ സ്ഥലത്ത് നിൽക്കുന്നത് മറ്റൊരാളാണ്, മറ്റു പല ആക്ടേഴ്സ് ആണ് നമ്മൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത്. പിന്നെ മാത്രമല്ല നമ്മുടെ പാഷൻ മൊത്തം അപ്പുറത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഹൈ കിട്ടേണ്ട സ്ഥലത്ത് വേറെ ആളുകളാണല്ലോ അഭിനയിക്കേണ്ടത്. അപ്പൊ അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് എല്ലാ ദിവസവും കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു? എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പി ആയിട്ട് അസിസ്റ്റന്റിന്റെ ലൈഫ് ഹാപ്പി ആയിരുന്നു? പിന്നെ തീർച്ചയായും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ചാർലിയുടെ, ഞാനിപ്പോ ചാർലി പോലൊരു സിനിമ എപ്പോഴും സംഭവിക്കുന്നത്, ഞാൻ ബാക്കിയുള്ള സെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഷൂട്ട്, പക്ഷെ ഈ ADs ഒക്കെ തളർന്നിരിക്കുമായിരിക്കും. പക്ഷെ ചാർലിക്ക് ഒരു കിട്ടിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി വൈബ്രന്റ് ആയിട്ടുള്ളൊരു ക്രൂ. അതുപോലെ തന്നെ സിനിമ മൂഡും അങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, എല്ലാ കാര്യത്തിലും അവസാനം ഹക്കിമ ഞാൻ തന്നെ എനിക്ക് ധാരണയുണ്ട് ഞാനെന്തോ വലിയ സംഭവമാണ് എന്നൊരു തോന്നലൊക്കെ വരുമായിരുന്നു. അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മുന്നിട്ട് നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകും. ഭയങ്കര രാവിലെ തന്നെ 4 മണിക്ക് എണീറ്റ് ഈ സ്ക്രിപ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് വീടിന്റെ ലൊക്കേഷനിൽ പോയി വൈകുന്നേരം 10 മണിക്ക് വരുമ്പോൾ നമ്മുടെ സമയം പോണതേ അറിയില്ല. ഭയങ്കര ഒരു, പക്ഷെ എനിക്ക് എന്തൊക്കെയോ കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവില് ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിലിം മേക്കർ പെർസ്പെക്റ്റീവിൽ എനിക്ക് സിനിമ കാണാൻ പറ്റുന്നുണ്ട്. എന്നോട് കഥ പറയാൻ വരുമ്പോൾ അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻസ് ഒക്കെ ലൈക്ക് ഞാൻ ഇതിനകത്ത് ചെയ്താന്നുള്ള ഇതിലല്ല, ഞാനത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി ഈ മൂവി ഇങ്ങനെയാണ്, എനിക്ക് ഇതിനകത്ത് ഇന്ന കുറവുകൾ തോന്നുന്നുണ്ട്, അത് നിങ്ങൾ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു ഞാനൊരു മറ്റേ വേറൊരു പെർസ്പെക്റ്റീവ് പറയുന്നതല്ല, പക്ഷെ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ ഈ സ്ക്രിപ്റ്റ് നല്ലതാണ്, ഇതിങ്ങനെ ഒരു വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല, എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് പുൾ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ നിങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യാം, ഓക്കെ. അത് നമ്മുടെ പെർഫോമറിനെ മാത്രം കണ്ടിട്ടാണ് നമ്മളത് കേൾക്കുക. നമ്മളൊരു ടോട്ടാലിറ്റി നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് നമ്മള് ഞാൻ എന്റെ സെന്ററായി വരുമ്പോൾ എന്ത് രസമായിരിക്കും എന്നൊക്കെ ആയിരിക്കും ആലോചിക്കുക. അത് പ്രധാനമാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ. ഈ ചാർലിയുടെ കാര്യത്തിലാണെങ്കിൽ ചാർലിയിൽ ക്ലാപ്പടിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഹീറോ ആയിട്ട് ദുൽഖർ ഉണ്ട്. പിന്നെ ദുൽഖറിന്റെ ഒരുപാട് സീനിൽ ഈ പറയുന്ന അല്ലെ ഒരു ഡ്യൂപ്പൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നിടത്ത് കടകൻ പോലെ ഒരു പ്രധാന സിനിമ വരുന്ന സമയത്ത് ദുൽഖർ സൽമാനാണ് പ്രസന്റ് ചെയ്യുന്നത്, വേഫെറർ ആണ് അത് ഡിസ്ട്രിബ്യൂട്ട് അടക്കം ചെയ്യുന്നത്. അതെങ്ങനെ സംഭവിച്ചതാ? അത് എന്താ പറയാ, വളരെ യാദൃശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കടകന്റെ വർക്കുകൾ ഇങ്ങനെ ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ തന്നെ ആൾക്കാർ പല സ്ഥലത്തും എഡിറ്റിന് പോകുമ്പോൾ, ഡബ് നടക്കുമ്പോൾ, ബാക്കി കളറിങ് പരിപാടിയൊക്കെ നടക്കുമ്പോഴേ അറിയുന്നുണ്ട്, ഇൻഡസ്ട്രി റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓൾറെഡി അപ്പൊ നമ്മൾ വേഫേഴ്സിനോട് സംസാരിച്ചു. 2-3 ഡിസ്ട്രിബ്യൂഷൻ ടീമുകളുണ്ടായിരുന്നു. അപ്പോൾ വേഫേഴ്സ് ആദ്യം തന്നെ ഒന്ന് പടം കണ്ടു, ബാക്കി എടുക്കാമെന്ന് പോലും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ അടുത്ത കാര്യം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. അപ്പൊ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഓൾറെഡി എടുത്ത പോലെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ആളുകൾ എന്നോട് ചോദിക്കാം നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട് വെച്ച് സംഭവിച്ചതാണോ? ഒരിക്കലല്ല. അങ്ങനെ കോണ്ടാക്റ്റും ഇല്ല. വിളിച്ച് എന്താണ് എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു ആളല്ല ഞാൻ. ലൈക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഉള്ളത്. അപ്പോൾ ഇത് വളരെ യാദൃശ്യമായി പ്രൊഫഷണൽ ആയിട്ട് തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷെ ലൈക്ക് എന്താ പറയാ, വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു സീൻ ABCയുടെ ഒരു സീനിൽ നിന്ന് പുള്ളിയുടെ തന്നെ കമ്പനി എന്റെ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതൊരു ട്രസ്റ്റ് കൂടിയാണല്ലോ. ദുൽഖർ കൂടി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി, ദുൽഖറിന്റെ പേരിൽ തന്നെ ദുൽഖർ പ്രസന്റ് ചെയ്യാണ്. അത് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല എന്താ പറയാ, ഇപ്പൊ DQ പല സ്ഥലത്തും പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അവൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ പുള്ളിക്കൊരു പേഴ്സണലി ഒരു പരിഗണന എനിക്ക് തരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്, കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഈ കടകൻ ശരിക്കും ഭയങ്കര ഒരു ആക്ഷനും ഇതൊക്കെ ഉള്ള ഒരു എന്താ ഒരു എന്ത് തരം സിനിമ, എന്ത് ജോണർ? കടകൻ ആക്ച്വലി ഈ പറയുന്ന പോലെ ആക്ഷൻ ഉണ്ട്, നല്ല 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് നല്ലതായിട്ട് അടി കൊടുക്കുന്നുണ്ട്. ട്രെയിലറിൽ തന്നെ ഒരുപാട് അടികൾ കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമേ ഞാനതൊരു തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്രിമാരൻ എഴുതുന്ന വെട്രിമാരൻ പ്രൊഡക്ഷൻ അത് കഴിഞ്ഞു. അതിന് RJ ബാലാജി നായകനാവുന്ന ഒരു പടം ചെയ്യുകയായിരുന്നു. അപ്പൊ അതിനകത്ത് ഫുള്ള് ഫൈറ്റാ. അത് കഴിഞ്ഞിട്ടാണ് അത് തീർന്ന സമയത്താണ് എന്നെ ഇവിടുന്ന് വിളി വരുന്നത്. അപ്പൊ തന്നെ എനിക്ക് ആ പടത്തിന് കയറുമ്പോൾ എനിക്ക് ഫൈറ്റ് എങ്ങനെയായിരിക്കും എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ആ പടത്തിൽ ഫൈറ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ കോൺഫിഡൻസിലാണ്. അതേ ക്യാരക്ടർ അതേ ലുക്കിൽ തന്നെയാണ് ഇതിനകത്തൊന്നും ചെയ്യുന്നത്.
അപ്പോൾ അത് എനിക്ക് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റും ഫൈറ്റിന്റെ കാര്യത്തിൽ. പിന്നെ കടകനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കടകൻ എന്ന പേരിൽ ഒരു അടിയുടെ പേരാണോ കടകൻ? കടകൻ എനിക്ക് തോന്നുന്നു കളരിയിൽ ഒരു അടവാണ്. കുഴിക്കടകൻ എന്നൊക്കെ പറയാലോ. പുഴിക്കടകൻ മറുകടകൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അടവാണ്. അപ്പോൾ പക്ഷെ ഇതിനകത്ത് കളരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഇതുപോലെ എന്താ പറയാ, ഏതടവും കാണിച്ച് അവസാനം രക്ഷപ്പെടുന്ന ഒരു തരം ആറ്റിറ്റ്യൂഡുള്ള ഒരു നായകനാണ് ഇതിനകത്ത്. അപ്പോൾ കടകനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഡ്രാമയാണ്, ഫൈറ്റ് ഉണ്ട്, അത്യാവശ്യം കുറച്ച് പ്രണയമുണ്ട്, എന്റർടൈനിങ് ആണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്ന അവരുടെ ലൈഫിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കുറച്ച് റോയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരു പടമാണ് കടകൻ. അതാണ് അതിൻ്റെ ഒരു ബേസിക് ജോണർ കിടക്കുന്നത്. പിന്നെ എന്താ പറയാ, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ജോണർ പരിപാടി. ബാക്കി കണ്ട് ഈ പ്രണയവിലാസത്തിലാണെങ്കിലേ, പ്രണയവിലാസത്തില് ഒരു സർപ്രൈസ് പോലെയായിരുന്നു ഹക്കീമിന്റെ ക്യാരക്ടർ വരുന്നത്. പിന്നെ അത് മാത്രമല്ല അതിലൊരു ശരിക്കും മേക്ക് ഓവർ ആണ്. ഇപ്പൊ നമ്മൾ പറയാം ഒരുപാട് യങ് ആക്ടേഴ്സ് അവരുടെ ഒരു 10-15 വർഷത്തിലുള്ള ഏജ് പിന്നെ ഷോൾഡർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ഒരു ആദ്യം ചെയ്ത സിനിമയിൽ അത് കംപ്ലീറ്റ് പാളി പോവാറുണ്ട്. അവർ തന്നെ അങ്ങനത്തെ ഒരു റോള് പിന്നെ വന്നാൽ കോൺഫിഡൻസിൽ ചെയ്യാറില്ല. പിന്നെ അത് ഭയങ്കര ഒരു ടാലന്റ് ടെസ്റ്റ് പോലെയാണ് ആളുകളും കാണുന്നത്. പാളിയാ പാളി, പിന്നെ ആക്ടർക്ക് പിന്നീട് എല്ലാ കാലത്തും ഒരു ട്രോളായ പേരായിട്ട് അത് മാറും. ശരിക്കും ഈ റോളാണ് ചെയ്യേണ്ടത്. ഇതിന് ഈ പറയുന്ന ഇന്റൻസിറ്റി ഉണ്ട്. ഞാൻ അത് ഒരുപാട് ആ സിനിമയുടെ എൻ്റയർ സ്റ്റോറി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ക്യാരക്ടറിലാണല്ലോ, അയാളുടെ ശരീരത്തിലും ശരീരഭാഷയിലും പെർഫോമൻസിലുമാണല്ലോ. അങ്ങനെ അത് അത്രയും പ്രധാനപ്പെട്ട റോളാണല്ലോ. എന്തൊക്കെ ഫാക്ടറാണ് ഹക്കീമിനോട് അതിനോട് എസ് പറയാൻ പ്രേരിപ്പിച്ചത്? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ മാർട്ടിനെ വിളിച്ചു പറയണ ഒരു പരിപാടി ഞാൻ കേട്ടു, നമ്മളെ പിടിക്കുകയാണ്, നീ ഒരു പരിപാടി ചെയ്യണം. അവരാണല്ലോ പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസമായിട്ടൊരു ഫോളോ അപ്പ് ഇല്ല. ഒരു പ്രാവശ്യം അവിടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ പറഞ്ഞു അത് മാറി എന്ന് പറഞ്ഞു. പിന്നെ ഒരു അവസരത്തിൽ വീണ്ടും ഓണായി. അങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കാൻ ചെയ്യുന്നു. എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ മാടിച്ചാൻ വെച്ചു, നീ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, കുറച്ച് ബോഡിയിൽ കുറച്ച് വ്യത്യാസം കൊടുക്കാം, ഹെയർ എന്തെങ്കിലും കളിക്കാം, പിന്നെ ബാക്കി ആറ്റിറ്റ്യൂഡും ലുക്കും പരിപാടിയല്ലേ, അപ്പോൾ നീ കോൺഫിഡൻ്റ് ആണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ. പിന്നെ ഒരു ഫോളോ അപ്പും ഇല്ല. ഐ മീൻ ആ സൈഡിൽ നിന്ന് ഒരു ഫോളോ അപ്പും ഇല്ല. നീ എന്തായിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിലായ പോലെ എനിക്ക് തോന്നല് വന്നു. അങ്ങനെ അവസാനം ലുക്ക് ടെസ്റ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ ലുക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഏകദേശം ക്യാരക്ടറിനെ കണ്ടപ്പോൾ ഏകദേശം ഓക്കെ. അതുകൊണ്ട് ഞാൻ ഏജ്ഡ് ലുക്ക് ആദ്യം എടുത്തത്. അപ്പോൾ ഈ ഏജ്ഡ് ലുക്കിൽ ഞാൻ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് പോയിരുന്ന് ഇങ്ങനെ ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഓഡിയൻസിനും ആർക്കും ഞാനൊരു ഫേമസ് ആളല്ല, പക്ഷെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഇത് മേക്കപ്പ് ആണെന്നുള്ളത്. ആളുകൾ കൂടെ എന്നോട് സംസാരിക്കുന്നു. പിന്നെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ, ഐ മീൻ ഫിലിം ക്രൂവിലുള്ളവരിങ്ങനെ ക്രൗഡിലേക്ക് നോക്കുമ്പോൾ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു ചേട്ടൻ, ഓട്ടോക്കാരൻ ചേട്ടനാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നെ മനസ്സിലായില്ല ആർക്കും. അപ്പൊ തന്നെ കോൺഫിഡൻസ് കൂടി. പിന്നെ ബാക്കി മാനറിസം, പരിപാടി, കാര്യങ്ങള്, കണ്ണ് എങ്ങനെ പോകണം, അങ്ങനെയൊക്കെ ഇങ്ങനെ ലൈക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കൂല്ലോ. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ എടുത്തെടുത്ത് വെക്കൂലേ. അങ്ങനെ കുറേശ്ശെ കൂട്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പെർഫോം ചെയ്യുന്ന സമയത്ത് പിന്നെ ബാക്കിയുള്ളവർ വേണം ഒന്ന് പറയാൻ. അവരൊന്ന് പറയണം നിന്റെ കൂന് മാറിപ്പോയി, വീണ്ടും കുനിയണം. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡയറക്ടർ നിഖിലിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഇത് പുൾ ഓഫ് ചെയ്തത്. പക്ഷെ നമ്മളിപ്പോ ആ സിനിമ കാണുമ്പോഴേ രണ്ട് കാലത്താണല്ലോ. ഒന്ന് ത്രസിച്ച യൗവനമുള്ള എന്തിനും തയ്യാറാവുന്ന ഒരാളാണ് ഒരു സൈഡില്, ഇപ്പുറത്തെ ഈ കൂനി കൂടിയ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലോസ്റ്റ് ആയ ഒരാളാണ്. അയാൾക്കൊരു ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ ഒന്നുമില്ല. അയാളെല്ലാം, എന്നാൽ അയാൾക്ക് ഒന്നും മറക്കാൻ പറ്റുന്നുമില്ല. പെർഫോമൻസിൽ ബോഡി ലാംഗ്വേജിൽ 2 റിതം പിടിക്കണം. പക്ഷെ ചെറിയൊരു ഗ്യാപ്പിലായിരിക്കില്ല ഇത് സ്വാഭാവികമായിട്ടും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ താളം ആവരുത്, ഈ താളം. പക്ഷെ ഈ മനുഷ്യന്റെ പ്രായമുള്ള രൂപമാവണം ഇത് എന്ന് കൺവിൻസ് ചെയ്യും വേണം. ശരിക്കും എന്താണ് ആക്ടർ എന്നുള്ള രീതിയിൽ എന്താണ് അതിന് മേലുള്ളൊരു കൺസെപ്റ്റ് സെറ്റ് ചെയ്തത്? എങ്ങനെയാണ് അത് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പ്ലാൻ എന്താണ്? പെർഫോമൻസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള, ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ ഒരുപാട് ആരാധനയോടെ നോക്കി നിന്ന ഫുട്ബോൾ കളിക്കുന്ന, വോളിബോൾ കളിക്കുന്ന ഭയങ്കര ചേട്ടന്മാരുണ്ടാവും. ഇപ്പൊ അവരുടെ അവസ്ഥ എന്ന് പറയാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയി നരച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരുപാട് ടെൻഷൻസ് ഒക്കെ പേറി ഇല്ലാണ്ട് തകർന്ന് എല്ലാ ഭാരവും താങ്ങി ഒരു 45-50 നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ചേട്ടന്മാരാ കുഞ്ഞുനാളിലൊക്കെ. അപ്പൊ അവരൊക്കെ അങ്ങനെ മാറിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലൈക്ക് ഇവരുടെ ഇന്റേണലി ആണ് എനിക്ക് കുറച്ചും കൂടെ പണിയെടുക്കാൻ
ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാവും, അയാൾ ശരിക്കും എന്തോ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ബാക്കി പെർഫോമൻസ് ഇതെല്ലാം കൂടെ പ്രണയവിലാസത്തിന് സംഭവിച്ചൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പടവും ഹിറ്റാവണം, ക്യാരക്ടറും വർക്കാവണം, പെർഫോമൻസും ആളുകൾക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെയാണെങ്കിൽ അതൊരു ഒരു ഒരു ഒന്നായിട്ട് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ പടം വർക്കായില്ല എന്നുണ്ടെങ്കിൽ ക്യാരക്ടറിൽ ഇത്രയും കഷ്ടപ്പെട്ട് പെർഫോം ചെയ്തൊക്കെ വെറുതെ ആയിപ്പോവും. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ. ഇങ്ങനെ സിനിമ വർക്കായില്ല, പക്ഷെ ആളെന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് ട്രോളായി മാറുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ വരും. അപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ വർക്കായി, ക്യാരക്ടർ വർക്കായി, എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പ്രീ റിലീസിന് ടെൻഷൻ ഫ്രീ ആയിരുന്നു, അല്ലോ ഈ മാർട്ടിൻ അവരൊക്കെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസിലായിരുന്നു, അതോ തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷമാണോ ഒരു കോൺഫിഡൻസ്? ഞാൻ തിയേറ്ററിൽ ഇത് ആദ്യം കാണുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷകളൊന്നും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായില്ല. ഇത് കണ്ടിട്ട് എനിക്ക് ഇനി ജീവിതം മാറി അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എനിക്ക് ആ ഷൂട്ട് ചെയ്യണ സമയത്ത് നമ്മൾ മോണിറ്റർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് BGM ഒക്കെ കയറി വരുമ്പോൾ വേറെ മൂഡായിരിക്കും എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതെങ്ങനെ വരുമെങ്കിലും. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കരഞ്ഞു. ലൈക്ക് എനിക്കും ഭയങ്കര വിഷമമായി പോയി. അപ്പോഴെനിക്ക് തോന്നി വർക്കാവുന്നുണ്ട്. ആ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും തിയേറ്ററിലെ ആളുകളുടെ റിയാക്ഷൻസ് എന്നൊക്കെ വെക്കുന്നത്, ബിക്കോസ് ഒരു ആളുകൾ പ്രതീക്ഷിക്കാത്തൊരു വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ലൈക്ക് സീനിയർ ആയിട്ടുള്ള ഇപ്പോൾ ബീച്ചറിനെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ നീ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തെ ആൾക്കാർ അയ്യോ എന്നായിപ്പോയി പെട്ടെന്ന്. അതെനിക്ക് ഭയങ്കര ഒരു കിക്ക്. പിന്നെ കുറെ പേർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾ തന്നെയായിരുന്നോ എന്ന് ചോദിക്കുന്നത്, അതും ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്റേണലി ഇങ്ങനെ പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ലൈക്ക് എവിടെയോ എനിക്ക് ഇമോഷൻസ് അറിയാം. നമ്മുടെ ലൈഫിൽ യാത്രയിൽ ഈ ഒരു ഇമോഷൻസ്, ഈ ഒരു വിരഹം എവിടെയോ ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു പേഴ്സണലി. അപ്പോൾ അത് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു മെമ്മറി ഉണ്ടല്ലോ, ലൈക്ക് ഇമോഷണൽ മെമ്മറിയിൽ എവിടെയൊക്കെ കിടക്കുന്നതാണ്. ലൈക്ക് ഒരു ചിലപ്പോൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു എൻ്റയർ ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരും. അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ ഇമോഷൻ വൈസ് ഞാൻ ഓക്കെ ആയിരുന്നു. ബാക്കി ബോഡി ലാംഗ്വേജ്, പരിപാടി, മേക്കപ്പ് ഒക്കെ എക്സ്റ്റേണലി വരുന്ന കാര്യങ്ങളാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അത്രയാണ്. പോസ്റ്ററിലില്ല. അത് ഞാൻ എന്റെ പോസ്റ്റർ ഇടുന്നത് തന്നെ 15-20 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പത്തേക്കിനും അതും ഒരു ഹിഡൻ ജെം പോലെ അവരിങ്ങനെ വെച്ചേക്കായിരുന്നു. തിയേറ്റർ സർപ്രൈസ് ആയിരുന്നു. അതെ, അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പെർഫോമൻസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വരുന്ന ഒരാളായോട് ചോദിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ വിരഹം എന്നത് നമ്മുടെ ഒരു മെമ്മറിന്ന് കൂടി എടുത്ത് റീക്രിയേറ്റ് ചെയ്യണമെന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇപ്പം ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റ് ക്യാരക്ടറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പെർഫോം ചെയ്തും ഒരു നമ്മൾ മറ്റൊരാളെയാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ചില ഇമോഷൻസ് നമ്മുടെ കൂടി ബ്ലെൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ പെർഫോം ചെയ്യുക. അത് എന്താ ഹക്കീം അതിലെടുക്കുന്ന ഒരു ഹോംവർക്കും സംഗതി എന്താ? ഇപ്പം നാളെയാണ് ഇപ്പം ഈ സിനിമയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സീൻ, ഈ പറയുന്ന ഈ മീറ്റിംഗ് സീൻ നാളെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം എന്തായിരിക്കും മനസ്സിൽ? തിയററ്റിക്കലി സ്പീക്കിംഗ് ഒരുപാട് വഴികളുണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ ഇമോഷൻ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന, പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരുപാട് പരിപാടികൾ ആൾക്കാർ പറയാറുണ്ട്. എനിക്ക് എല്ലാത്തിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ചെയ്യാൻ ഇഷ്ടം പേഴ്സണലി കുറച്ചുള്ളിൽ നിന്നും കുറച്ച് പുറത്തുനിന്നും ആണെങ്കിൽ ഭയങ്കര രസം ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് നമുക്ക് ഞാൻ മാത്രം ചെയ്യണ പരിപാടിയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പൊതുവെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു തേർഡ് മാൻ പെർസ്പെക്റ്റീവിലൂടെ ക്യാമറ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇവിടെ ഇപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, സംസാരം എന്താ, മുഖം എങ്ങനെ ഇരിക്കണമെന്നൊക്കെ എനിക്ക് വേറൊരു വിഷനിൽ എനിക്കിങ്ങനെ മനസ്സിലാവും. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ റണ്ണിങ് ആയിട്ട് ഇങ്ങനെ ഒരു ലൂപ്പിൽ അവിടെ കിടക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ ജീവിതം 10 വർഷം കൊണ്ട് നമ്മൾ ജീവിതം പഠിച്ച പല മൊമെന്റിലും ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഫോട്ടോഗ്രാഫ് പോലെ എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ പർട്ടിക്കുലർലി ഈ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ വിരഹം, ആ ഒരു മൂഡ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അവസ്ഥ എന്തായിരുന്നു, എൻ്റെ മൂഡ് എന്തായിരുന്നു, ബാക്കിയുള്ള ആൾക്കാർ എന്നെ കുറിച്ച് പറഞ്ഞതെന്തായിരുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ഞാൻ കേട്ടോണ്ടിരുന്ന ഒരു പാട്ടായിരിക്കാം എന്നെ അതിലോട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യിപ്പിക്കുക. അത് ചിലപ്പോൾ ഇപ്പോൾ കേട്ടാലും എനിക്ക് ഭയങ്കര ഒരു ബാഡ് അടിക്കും. കാരണം ആ ഒരു കാലഘട്ടം ഞാൻ പെട്ടെന്ന് ഓർത്തു പോകും. ചില സ്മെല്ലൊക്കെ അങ്ങനെയല്ലേ, ചില സ്മെല്ലടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുഞ്ഞുനാളിലെ സ്കൂളിലൊക്കെ ഓടിക്കളിച്ച് നടന്നൊരു സാധനം ഓർക്കും. പുതിയ ബുക്ക് മണക്കുമ്പോൾ അങ്ങനെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ ഓർക്കില്ലേ. അതുപോലെ സോങ് വെച്ച് റിലേറ്റബിൾ ആണ് എപ്പോഴും പല കാര്യങ്ങളും. എൻ്റെ പല കാലഘട്ടവും അങ്ങനെ പല ഫേസ് ഓഫ് ലൈഫ് അങ്ങനെ റിലേറ്റബിൾ ആണ് പല സോങ് വെച്ച്.
അപ്പോൾ ഈ വിരഹം ആ ഒരു പോയിന്റിൽ എനിക്ക് അറിയാം എൻ്റെ അവസ്ഥ എന്തായിരുന്നുള്ളത്. പക്ഷെ ഈ തിയറട്ടിക്കലി കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ പറയാറുണ്ട് ആളുകൾ, സ്റ്റാൻസ്ലോസ്കി മെത്തേഡ് വെച്ചും അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഇതിനകത്ത് പറയാറുണ്ട്. ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് ഉള്ളിലേക്കൊക്കെ എടുക്കുന്ന കാര്യം. മീ പേഴ്സണലി ഈ പ്രണയവിലാസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഉള്ളിൽ നിന്നും കുറച്ച് പുറത്തുനിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ആ ക്യാരക്ടറിന് ആവണല്ലോ. അതെ അതെ, എത്ര പെർസെന്റേജ് വേണമെന്നുള്ളത് പുറത്തും കിടക്കണം. അതെ, ക്യാരക്ടറിലേക്ക് രമേശൻ അല്ലേ, അപ്പൊ വിനോദിലേക്ക് ഉള്ളിലേക്ക് വരുവാൻ വേണം. അപ്പൊ പുറത്ത് എക്സ്റ്റേണലി ഒരാൾക്ക് കാണുമ്പോൾ അയാൾ ഇങ്ങനെയാണെന്ന് തോന്നുന്ന അയാളുടെ മേക്കപ്പും ബോഡി ലാംഗ്വേജും വെച്ചിട്ടാണ്. എന്റെ ബോഡി ലാംഗ്വേജ് അല്ലാതെ എന്റെ മേക്കപ്പ് എനിക്ക് തോന്നുന്നു അതിലൊരു പ്രാദേശികതയുടെ കൂടി കണ്ണൂരുള്ള ഒരാൾ. അതെ അതെ അതെ, അപ്പൊ അത് വർക്കാക്കി എടുക്കണം. അങ്ങനെ ഒരു പരിപാടി എത്തുമ്പോഴത്തേക്ക് എൻറ്റയർലി ഞാനല്ല. പക്ഷെ എനിക്ക് ഫുള്ളും അത് കൊടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ പെർഫോം ചെയ്യേണ്ട ആ ശരീരം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ഉള്ളിൽ നിന്നും കൊടുക്കും. അതിന്റെ ഒരു ഇപ്പൊ 30-70 ആണോ 40-60 ആണോ വേണ്ടതെന്നുള്ളത് ആക്ടറുടെ ചോയ്സ് ആണ്, എത്രത്തോളം വേണം. ചിലർ കംപ്ലീറ്റ്ലി ഉള്ളിൽ നിന്ന് തന്നെ കൊടുക്കും, പുറത്തുനിന്നൊന്നും എടുക്കില്ല. ചിലർ ഫുള്ള് പുറത്തുനിന്ന് എടുക്കും, ഉള്ളിലൊരു സാധനം പോലും ടച്ച് ചെയ്യില്ല എന്ന് പറയാം, കേൾക്കാറുണ്ട്. എന്നെ ഈ ക്യാരക്ടർ കഴിഞ്ഞാൽ എന്നെ ഇത് ബാധിക്കില്ല, ഉടുപ്പൂര് കഴിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രഷ് ആണ്, നോർമൽ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കെപ്പോഴും അതൊരു ക്വസ്റ്റ്യനിങ് ആണ്. എനിക്കറിയില്ല അതെങ്ങനെയാണ് ബാധിക്കുന്ന ആൾക്കാർ. എന്നെ പേഴ്സണലി ബാധിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്ക് എടുത്ത് കൊണ്ടുപോയി വീട്ടിൽ പോയിരുന്ന് അത് ബാധിക്കും എന്നുള്ള രീതിയിലല്ല, ഇല്ല ഞാൻ ആ കഥാപാത്രമായി ജീവിക്കുന്നില്ല. പക്ഷെ എവിടേക്കോ അതിന്റെ ഒരു പെയിൻ അന്നത്തെ മൂഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. എവിടേക്കോ ഒരു പെയിൻ കിടക്കുന്നുണ്ടാവും. ഈ ടീച്ചർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു 30 days എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ആങ്സൈറ്റി ഭയങ്കര കൂടുതലായിരുന്നു. കാരണം ഈ കഥാപാത്രത്തിന്റെ ആലോചിച്ച് ട്രോമ ആലോചിച്ച് ബാക്കിയുള്ള എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു വേറെ തന്നെ ഒരു പരിപാടിയായിരുന്നു. റൂമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പോൾ കടസിലെ ബിരിയാണിയിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എവിടെയോ ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ്. അതായത് ഞാൻ പറഞ്ഞ എൻറ്റയർലി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് കീപ്പ് ചെയ്താൽ ലൈക്ക് എനിക്ക് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് ഞാൻ ഓക്കെ കുറച്ചത് വെക്കാം, ഇല്ലെങ്കിൽ കുറച്ച് അവിടെ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇല്ല എൻ്റെ ഉള്ളിലുള്ളൊരു സാധനം ആയിരിക്കാം അത്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഏരിയ ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല, ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണ്. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള സീനിയർ ആർട്ടിസ്റ്റുകളോടൊക്കെ ഞാൻ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ വെറുതെ, അങ്ങനെയൊന്നുമില്ല, ഇത് അങ്ങനെയാണെന്ന് നമ്മളൊരു കൊലപാതകയുടെ വേഷം ചെയ്യുമ്പോൾ വീട്ടിൽ പോയി നാളെ പോലെ ആൾക്കാരെ കൊല്ലണ്ടേ. അപ്പൊ ഞാൻ അതുമ്പോ ശരിയാ, അങ്ങനെയല്ലല്ലോ. പക്ഷെ എവിടെയോ ഉള്ളിൽ തട്ടും. ഭയങ്കര ഇപ്പൊ 100 മീറ്റർ നമ്മൾ ഓടിക്കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ശരീരത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന പോലെ തന്നെയാണ് മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രണയവിലാസം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് വിളിച്ചത് നേരത്തെ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പ്രണയവിലാസത്തിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് ശരിക്ക് കൂടുതൽ ഫെമിലിയർ ആവുന്ന ഒരു സിനാരിയോ കൂടി ഉണ്ടാവുമല്ലോ. നേരത്തെ ഇപ്പം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഒരുപാട് പേര് ഈ ചെറുപ്പക്കാരനെ ഇന്ന രീതിയിലേക്ക് കാസ്റ്റ് ചെയ്യാം, ഇന്ന സംഗതി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ സിനിമകളിലേക്കും പ്രൊജക്റ്റുകളിലേക്കും ആലോചനകളിലേക്കും പെട്ടെന്ന് പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സാധ്യത കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ പടം. അങ്ങനെ ആരൊക്കെ വിളിച്ചു, എന്തൊക്കെയാണ് അതിനുശേഷം സംഭവിച്ചത്? മമ്മൂക്ക എന്നെ വിളിക്കല്ലേ ഇത്. ഞാൻ കടകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടകൻ്റെ ലാസ്റ്റ് ഒരു 5-6 ദിവസം ഉള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ ആർട്ടിസ്റ്റാണ് ബസൂക്ക ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാഗ്യം കൊണ്ട് തലേന്ന് മമ്മൂക്ക പടം കണ്ടു. ഇവർ കൊടുത്ത 3 ഓപ്ഷൻസിൽ മമ്മൂക്ക എന്നാൽ ഇവൻ ചെയ്യാം, ഇവൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓക്കെ ആയത്. അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ആയിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഷൂട്ടിന് പോയപ്പോ ആ വായിന്നൊന്ന് കേൾക്കണമല്ലോ. അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം കറങ്ങി എങ്ങനെയോ പ്രണയവിലാസത്തിൽ ടോപ്പിക്ക് എത്തി. അപ്പോൾ നമുക്ക് പറഞ്ഞു ഞാൻ പടം കണ്ടുകൊണ്ടാണ് താനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ പുള്ളി അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു, എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നന്നായിരുന്നു. അവസാന പ്രണയം മരണ വീട്ടിൽ വന്നപ്പോൾ ഒരാണി കൂടി അടിക്കും പോലെയായി, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വന്നിരുന്നു എന്ന് ജനങ്ങളെ അറിയിച്ചപ്പോൾ ഒരു പെയിൻ വീണ്ടും കൂടെ അവിടെ കിട്ടി. അത് ഭയങ്കര രസമായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. അത് എങ്ങനെയാ വന്നത്, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്, ആരുടെ ഐഡിയ ആണെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇനി ഭയങ്കര എന്താ പറയാ, മമ്മൂക്ക അതിനെക്കുറിച്ച് ഇത്രയും സംസാരിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഫീല് ഭയങ്കര ഡിഫറെന്റ് അല്ലേ. അങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. അതുപോലെ മമ്മൂക്ക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പിന്നെ ബാക്കി എല്ലാവരും തന്നെ പടം കണ്ടവർക്ക് എല്ലാവർക്കും ഭയങ്കര കണക്റ്റായി. നേരിട്ട് കണ്ട് പറഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട്.
ഫസ്റ്റിൽ തന്നെ ഈ പറഞ്ഞ പോലെ മാർട്ടിൻ ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു ഈ ക്യാരക്ടർ വേറൊരു ലെവലിലാക്കും നിന്നെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ ചാടിക്ക് പിടിച്ചും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു കിക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് കിട്ടിയ ഫീഡ്ബാക്സിൻ്റെ കിക്ക് അതൊക്കെയായിരുന്നു. വേറെ അങ്ങനെ പിന്നെ വരുന്ന കോള് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പിന്നെ കോൾസ് ഒന്നും വന്നില്ല. ലൈക്ക് പക്ഷെ എനിക്ക് റൈറ്റപ്പുകൾ കാര്യങ്ങൾ ജനങ്ങൾ സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റയില് ലൈക്ക് പേഴ്സണൽ മെസ്സേജുകൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ കാര്യം പടം കണ്ടിട്ട് ഞാൻ 3-4 ദിവസമായി, പക്ഷെ ഇപ്പോഴും ആ വിനോദ് ഇങ്ങനെ കിടക്കുന്നു. അതാണ് എന്നെ എനിക്ക് ഭയങ്കര കോമൺ ആയിട്ട് കിട്ടിയ മെസ്സേജ്. 100 മെസ്സേജിൽ 80 ഒക്കെ അങ്ങനെ ആയിരിക്കാം ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം. അത് ഭയങ്കര എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. കാരണം സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞ ചില സിനിമകൾ നമ്മൾ പിന്നെ ആലോചിച്ചാൽ ഒന്നും ഓർത്തെടുക്കാൻ ഉണ്ടാവില്ല. ഇപ്പോൾ കോമഡീസ് ആണെങ്കിലും അപ്പോൾ ചിരിച്ചിട്ടുണ്ടാവാം ഭയങ്കരമായിട്ട്, പക്ഷെ ഇതിങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഇവരെ എന്നുള്ളത് ഭയങ്കര ഒരു കിക്ക് കിട്ടി എനിക്ക് ആ ഏരിയയിൽ. ഇപ്പൊ ഇതിൽ തന്നെ പല ഘട്ടം ഉണ്ടല്ലോ. ഇപ്പം സിനിമയിൽ എത്താനുള്ളൊരു ദൂരം, അവിടെ നമ്മളൊന്ന് അറിയപ്പെട്ട് ഒരു ആക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്ന ദൂരം, അവിടെ ഒരു ലീഡ് ആക്ടറിലേക്ക് വരുന്ന സമയത്ത് അവിടുന്ന് വീണ്ടും ഈ പറഞ്ഞ തുടർച്ചയായിട്ട് ഹിറ്റുകൾ ഉണ്ടാക്കണം, ഒരു ബാങ്കബിൾ ആക്ടറായിട്ട് മാറണം. അല്ലെങ്കിൽ നാളെ ഒരു സിനിമ, ഇപ്പോൾ ഹക്കീം തന്നെ പറഞ്ഞു ചില ആലോചന വരുമ്പോൾ ഇത് തിയേറ്ററിന് കൂടി സ്വീകാര്യമാവുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന് സ്വീകാര്യമാവുന്ന ആളുകളിലേക്ക് പോട്ടെ എന്ന് ഹക്കീം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹക്കീമിനെ വെച്ച് പ്രൊജക്ടുകൾ ആലോചിക്കാവുന്ന ഒരുപാട് ആലോചന വരുന്നുണ്ട്, സിനിമ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഈ റെസ്പോൺസിബിലിറ്റി മൾട്ടി ടാസ്ക് ഒക്കെ ആയിട്ട് മാറുമല്ലോ. നല്ല സിനിമ ആയിരിക്കണം, അത് ഹിറ്റായി മാറണം, തുടർച്ചയായിട്ട് അത്തരം സിനിമകൾ ചെയ്യണം എന്നുള്ളത്. നമ്മൾ കൂടുതൽ കാലം ഇൻഡസ്ട്രിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പൊസിഷൻ ചെയ്യുക എന്നുള്ളത് ആ നില കൂടിയാണല്ലോ നടപ്പാക്കി എടുക്കാൻ പറ്റുക. അതിനുവേണ്ടി ശരിക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു മാറ്റം ഉണ്ടായത്? എന്താ ശരിക്കും? അല്ല, ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ കടകനിലൂടെ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇതും ഒരു സർവൈവൽ ഏരിയ ആണ്. ലൈക്ക് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ട്, എന്നാൽ ഈ പറഞ്ഞ പോലെ ബാങ്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായി മാറണം. അതിനകത്ത് കിടക്കുന്ന ഒരുപാട് ഗിമ്മിക്സ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലൈക്ക് ഈ മാർക്കറ്റിംഗ് സ്റ്റൈല്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എന്നെ പോലെ രാവിലെ എണീറ്റ് എന്തെങ്കിലും ഒരു ഉടുപ്പിട്ട് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് പറ്റിയ പരിപാടിയല്ല ഇതെന്ന് ഞാനിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി, ലൈക്ക് നമ്മളൊരു കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഡോറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരാളായി എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞത് വേറെ ആ ഒരു എന്താ പറയാ, ആ ഒരു രീതിയിൽ വേണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് ലിറ്ററലി പറഞ്ഞാൽ ഈ 3 ആഴ്ച മുന്നേ വരെ എനിക്ക് അറിയില്ലായിരുന്നു. അതങ്ങനെ ഞാൻ വിചാരിച്ചത് സാധാരണ എന്തെങ്കിലും പ്രൊമോഷൻ ആക്ടിവിറ്റി എല്ലാ പടങ്ങളിലും ചെയ്യുന്ന പോലെ പോയിരിക്കുക, എന്തെങ്കിലുമൊക്കെ പറയാ പോരും, അങ്ങനെയല്ല. ഇത് ബ്രാൻഡിങ്ങും പേഴ്സണൽ ബ്രാൻഡിങ് സ്പേസ് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒരുപാട് കിടക്കുന്നുണ്ട്. ഇതൊരു ഗെയിമാണ്. ഇത് വേറെ തന്നെ, ഇത് പ്യുവർലി ഇൻഡസ്ട്രി ബിസിനസ് ആണ്. മറ്റേതൊരു എന്താ പറയുക, ഒരു പാഷനേറ്റ് ആക്ടർ അയാളുടെ ജീവിതം ജോലി അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്ന. പക്ഷെ ഈ സൈഡിൽ അങ്ങനെയല്ല. ഈ സൈഡിൽ ബ്രാൻഡ് ചെയ്ത് വേറെ അന്യഭാഷ സിനിമകളോട് വരെ കട പിടിച്ച് നിൽക്കാൻ പാകത്തിന് ഒരു വലിയ ബിസിനസ് ആണ്. 5 കോടി ഓരോ വെള്ളിയാഴ്ചയും പല ഭാഷാ സിനിമകൾ ഒന്നിച്ചെത്തുന്നുണ്ട്. അപ്പൊ ഇതൊരു വേറെ തന്നെ ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്ന് ധാരണ എനിക്കിപ്പോ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ തുടക്കക്കാരൻ, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ എനിക്കറിയില്ല, ഞാൻ യൂസ്ഡും അല്ല. അപ്പൊ അതിനകത്ത് ഇനി സക്സസ്ഫുൾ ആവാൻ പറ്റുമോ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തിരിച്ചറിവ്. ഇത് എങ്ങനെയാലും കുഴപ്പമില്ല, ഇതൊക്കെ ചെയ്യാം. പുറത്ത് ഇറങ്ങി എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇന്റർവ്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഓക്കെ. അതായത് ഒരു 10-15 സിനിമകൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അയാൾ പുറത്ത് എന്ത് ചെയ്താലും ഇന്ന ആക്ടർ ചെയ്തത് കണ്ടോ, അയാൾ ലുങ്കി എടുത്ത് ദുബായിക്ക് പോകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. അതായത് പിന്നെ സ്റ്റൈലായി ഇതിൽ അയാളുടെ മോഡസ്റ്റി ആയി മാറാം. പക്ഷെ ഈ ഒരു തുടക്കത്തിലെ ഒരു കിക്ക് കിട്ടണമെങ്കിൽ, വണ്ടി സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആളുകൾ അങ്ങനെയുള്ളവരാണ്. ലൈക്ക് ആളുകൾക്കും വേണ്ടത് ഒരു പരിധി വരെ അതാണെന്ന് തോന്നുന്നു. ലൈക്ക് ഒരു കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആണ്, അയാളൊരു സ്റ്റാർ മെറ്റീരിയൽ, യുണീക്നെസ് ഉണ്ട്. ഇല്ല, അവരുടെ മനസ്സിലും ഒരു ധാരണ വരണം, അയാളൊരു സ്റ്റാർ മെറ്റീരിയൽ ആണ്, അക്സെപ്റ്റബിൾ ആണ്. സിനിമയ്ക്ക് പുറത്തും അങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഭയങ്കര പ്രധാന സംഗതിയാണ്. അപ്പോൾ ഇടപെടുന്ന മാക്സിമം റെലവന്റ് ആവാൻ ശ്രമിക്കുന്ന ആളുകൾ, എനിക്ക് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഒരുപാട് പേര് അനാവശ്യമായിട്ട് റെലവന്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു അനാവശ്യമായി റെലവൻ്റ് ആവാൻ ശ്രമിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന പരിപാടി ഇത് തന്നെയാണ്. അപ്പോൾ മാക്സിമം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാന്ന് ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ട്, ഞാൻ ഓണാണെന്ന് അറിയിക്കുക, അനാവശ്യമായി പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇതിനു മുന്നേ വരെ ഇതിന്റെ ആവശ്യം, ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതൊരു എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും യൂസ്ഡ് ആയിട്ടില്ല. ഞാൻ മാക്സിമം സെലക്ഷനിൽ സത്യത്തിൽ എന്താ മാറ്റം? ഘടകം മുതൽ നോക്കി കഴിഞ്ഞാൽ എന്താ മാറ്റം? ഒന്നുമില്ല. അല്ല, ബേസിക്കലി ഞാൻ ഇത്രേ നോക്കുന്നുള്ളൂ, എനിക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമയാണോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. കാരണം ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഒരാളല്ല. പക്ഷെ എനിക്കൊരു പടത്തിന്റെ, നമ്മൾ സിനിമ കാണുന്നതിന് മുന്നേ നമ്മൾ ആ ചെറിയ ഇത് വായിച്ചു നോക്കുമല്ലോ, എന്താണ് പടത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത്. അപ്പോൾ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ല കണ്ടന്റ് ആണല്ലോ, നല്ല രസമുണ്ടല്ലോ, ഞാൻ പോയി കണ്ടേക്കാമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളെ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ സെലക്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. രണ്ടാമത്, ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. ലൈക്ക് എനിക്കല്ല, ക്യാരക്ടറിലൂടെ ജനങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം. എന്നാലാണ് ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു EMI ഒക്കെ തലയുടെ മേളിൽ വന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു അങ്ങനെയില്ല. പക്ഷെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാനാണ്. ഒരുപാട് പടങ്ങൾ ചെയ്യാതെ, ചെയ്യുന്ന പടങ്ങൾ മാക്സിമം നല്ലത് ആൾക്കാരെ കൊണ്ട് പറയിക്കുക. ഞാൻ പുറത്ത് കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള കഥകൾ, കേട്ടിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളേ അല്ല. അത് എൻറ്റയർലി തന്നെ വേറൊരു പേഴ്സ്പെക്റ്റീവാണ് എനിക്ക് മമ്മൂക്കയിൽ കാണാൻ പറ്റിയത്. എൻ്റെ ഭാഗ്യമാണ്, എനിക്കൊരു 16-18 ദിവസത്തോളം ത്രൂ ഔട്ടായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടി.